നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരിക്കും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പാതി വഴിയിൽ നിർത്തിപ്പോയ കഥ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഡയറ്റ് ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു റീഡിങ് ഹാബിറ്റോ ജേർണലിംഗ് ഹാബിറ്റോ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ തുടങ്ങി വെച്ചിട്ട് 2-3 ദിവസം നമുക്ക് ഫുൾ എനർജി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല മോട്ടിവേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നമ്മളൊന്ന് സ്ലോ ആവും. പിന്നെ നമുക്കിങ്ങനെ മടി പിടിക്കുമ്പോൾ നമ്മളായിട്ട് തന്നെ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മളെത്തും. അപ്പോൾ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നല്ലേ, ഞാനും അങ്ങനെ തന്നെയാണ്. പല കാര്യം ഞാൻ ആദ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ റീസൺ കണ്ടുപിടിക്കും, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ ആൾ തന്നെയായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഗിൽറ്റ് അടിക്കും. അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അയ്യോ എനിക്ക് ഇന്നത്തെ ഡേ മിസ്സായല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ ഗിൽറ്റ് അടിക്കും. കുറേ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് ചെയ്യാൻ പറ്റണില്ല, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ ആക്ച്വലി പ്രശ്നം അവിടെ ഒന്നല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തേ? നമ്മുടെ ബ്രെയിനിലെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ രജിസ്റ്റർ ആവുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കത് നോർമലായി മാറുകയാണ്. ഇപ്പോൾ ഒരാൾ ഇന്ന ചെയ്തു, അയാളത് സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇറ്റ്സ് നോർമൽ, അപ്പോൾ നമുക്കും സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. എഫേർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ ഭയങ്കര കുറവായിരിക്കും. ഇൻ കേസ് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ തന്നെ പണ്ട് നോർമലി നമ്മൾ എങ്ങനെയായിരുന്നോ അതിലേക്ക് നമ്മളെ മൈൻഡ് ഇങ്ങനെ ഡൈവേർട്ടായി പോകും. അപ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യണത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പാതി വഴിയിൽ ഒരു കാര്യം ഇട്ടിട്ട് പോവാണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ മൈൻഡിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം, മാസ്റ്റർ ചെയ്യണം, അതുപോലെ ആ വിൽ പവർ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം, അതിനൊക്കെയുള്ള സിമ്പിൾ ടിപ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് ആ ഒരു കാര്യത്തിനെ എങ്ങനെയാണോ വിശ്വസിച്ച് വെച്ചേക്കണേ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ വർക്കൗട്ട് ഡെയിലി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാറേ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് മാറ്റുമ്പോൾ നമുക്ക് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യണ ഇമേജ് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ സംഭവം സെറ്റാവും, നമ്മളെന്നും വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മടി പിടിക്കാതെ സ്കിപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സ്മോക്ക് ചെയ്യണ ആളാണെന്ന് വിചാരിച്ചു, നമുക്ക് സ്മോക്കിംഗ് നിർത്തണം. അപ്പോൾ അത് നിർത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നാളെ മുതൽ സ്മോക്കിംഗ് നിർത്തും എന്ന് പറയുന്നതിന് പകരം നമ്മളൊരു സ്മോക്കറേ അല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും ആ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബെയർ മിനിമം റൂളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അതിനെ മാക്സിമം ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഈവൻ ചെറുതായിട്ടെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് യൂഷ്വലി സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന ഒരു ഡേ ആണെന്ന് വിചാരിക്കാം. എനിക്കിന്ന് വർക്കൗട്ട് ചെയ്യണ്ട, എനിക്ക് ഭയങ്കര മടി, എനിക്ക് വയ്യ, തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ലേറ്റായി, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന കാര്യം. അന്നത്തെ ദിവസം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ യൂഷ്വലി ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 hour വർക്കൗട്ട് ചെയ്യണ ആളെന്ന് വിചാരിക്കാം. അപ്പോൾ അന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ബെയർ മിനിമം റൂൾ എന്ന് പറയുന്നത്. അന്നത്തെ നമ്മൾ ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ള പോലെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിന് തന്നെ നമുക്ക് ബോധിപ്പിക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസം സ്കിപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേയും സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എനിക്കത് 15 മിനിറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം അതിലും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് റീഡിങ് ഹാബിറ്റാണ് തുടങ്ങേണ്ടത്. ഇപ്പം ഞാൻ ഇന്ന് 10 പേജ് വായിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്കിന്ന് വായിക്കാനുള്ളൊരു മൂഡില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുക. അപ്പോൾ വി ഹാവ് ഡൺ സംതിങ്, അല്ലെങ്കിൽ നമ്മളത് ഷോ ചെയ്തു, നമ്മളതിലേക്ക് ഒരു എഫേർട്ട് ഇട്ടു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടില്ലേ? അപ്പോൾ അതിന് തന്നെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹാബിറ്റ്, നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവം, അതിനെ എപ്പോഴും നോൺ നെഗോഷ്യബിൾ ആക്കുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ ഹാബിറ്റ്സ് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ളത്. നമ്മൾ കാലത്ത് എനിക്ക് ബ്രഷ് ചെയ്യണത്, എല്ലാ ദിവസവും നമ്മൾ കുളിക്കണത്, ഇപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും നമ്മളോട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതുപോലെ നമ്മൾ എന്താണോ ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ്, അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ഹാബിറ്റ്, അതിനെ നോൺ നെഗോഷ്യബിൾ ആക്കുക. എല്ലാ ദിവസവും അത് ചെയ്യുക. അതിനൊരു പ്ലേസ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ടൈം ഫിക്സ് ചെയ്യുക. അതൊക്കെ നമ്മളെ പിന്നെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഈ നോൺ നെഗോഷ്യബിൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു മറു ചോദ്യം ചോദിക്കാൻ തോന്നരുത്. നമുക്ക് നമ്മളോട് തന്നെ
അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തോന്നുകയരുത്. അതായത് ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഡിസിഷൻ എടുക്കാറുണ്ടോ? ഇന്ന് ബ്രഷ് ചെയ്യണോ വേണ്ട അല്ലേ? അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ? ഇല്ലല്ലോ. നമുക്കൊന്ന് കുളിക്കണോ? നമുക്ക് കുളിക്കാണ്ട് പോകാല്ലേ? അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ സെൽഫ് ഇമേജിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫേസ് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോൾ നമ്മുടെ ഡയറ്റ് ആയിക്കോട്ടെ, നമ്മുടെ എക്സസൈസ് ആയിക്കോട്ടെ, അത് നമ്മുടെ ഒരു സെൽഫ് ഇമേജിൻ്റെ കാര്യമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാനേ പാടില്ല. എന്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ വയ്യാണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നമ്മൾ ബിസി ആയിക്കോട്ടെ, നമുക്ക് ഒട്ടും ടൈമില്ലാണ്ടായിക്കോട്ടെ, നമുക്കൊരു ആ ഒരു സംഭവത്തിന് നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. ഈ നോൺ നെഗോഷ്യബിൾ ഹാബിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ ദിവസവും മസ്റ്റ് ഡു ആയിരിക്കണം. നെക്സ്റ്റ് പവർഫുൾ ടിപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് മെൻ്റൽ എനർജി. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി അത്യാവശ്യമല്ലേ? നമ്മൾ മെൻ്റലി കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ, അതായത് ഈ എക്സ്ക്യൂസസ്, അതുപോലെ തന്നെ അൺവാണ്ടഡ് തോട്ട്സ് ഒക്കെ നമുക്കിങ്ങനെ ഇടയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ മെൻ്റലി ബിസി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മെൻ്റലിയുള്ള എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തായാലും എനർജി വേണമല്ലോ, പ്രത്യേകിച്ച് മെൻ്റൽ എനർജി. അപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മുടെ എനർജി കളയാതെ ആ ഒരു എനർജി സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഹാബിറ്റ് നമുക്ക് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, അപ്പോൾ അത് പിന്നെയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോൾ നമ്മളെ മെൻ്റൽ എനർജി അവിടെ സേവ് ആവും. എൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഒരു ദിവസം കാലത്ത് മോർണിംഗ് എണീറ്റ് തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി തന്നെ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടണ്ടേ എന്നുള്ളത് ഞാൻ രാത്രി തീരുമാനിക്കും. എന്നിട്ട് ഞാൻ രാത്രി തന്നെ അത് എടുത്തു വയ്ക്കും. നമ്മൾ ബെഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന എവിടെയാണോ അവിടെ അത് എടുത്തു വയ്ക്കും. അപ്പോൾ രാത്രി തന്നെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമായില്ലേ? അതിൽ കാലത്ത് ഇട്ടിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ കുറച്ച് മെൻ്റൽ എനർജി സേവ് ചെയ്തു. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. നമുക്ക് ഡയറ്റ് ചെയ്യണം. നമ്മൾ ഡയറ്റ് പ്ലാൻ നോക്കി നമ്മൾ ഇന്നത്തെ മെനു എന്താണോ അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാനും പറ്റും. നമുക്കവിടെ മെൻ്റൽ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊട്ടക്റ്റ് യുവർ മെൻ്റൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സ്കെയിൽ ലേറ്റർ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വലിയൊരു ഗോൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ എനിക്ക് 20 കിലോ ഒരു മാസം കൊണ്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1000 കലോറി ഒരു ദിവസം ബേൺ ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഗോൾ ഭയങ്കര വലുതായിട്ട് തോന്നും. നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം എന്ന് തോന്നും. നമുക്കതിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അതിന് പകരം കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1000 കലോറി എന്നുണ്ടെങ്കിൽ 500 കലോറി അല്ലെങ്കിൽ ഒരു 300 കലോറി ഒരു ദിവസം കുറയ്ക്കും. 1 hour വർക്കൗട്ട് ചെയ്യും, നമുക്ക് 1000 കലോറീസ് ബേൺ ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ചിലർ. അപ്പോൾ അതിന് പകരം 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക, ഒരു 500 കലോറീസ് ബേൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 300 കലോറീസ് ബേൺ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ മുമ്പിലുള്ളത് ചെറിയ ഗോളാണെങ്കിൽ അതിലേക്ക് ഇടേണ്ട എഫേർട്ട് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും, നമ്മൾ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങി നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്കത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും ഹാബിറ്റ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ അതിങ്ങനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ടാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെറിയ വർക്കൗട്ട്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 പുഷപ്പ് എടുക്കുക, പിറ്റേ ദിവസം 10 പുഷപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് 10 പുഷപ്പ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരേണ്ടത്. പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കൂടുതലും എക്സാമ്പിളായിട്ട് പറയണത് ഈ വർക്കൗട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഡയറ്റ് റിലേറ്റഡ് പറയുന്നത് മെയിനായിട്ട് എനിക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൂടുതലും ഈ ഒരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഞാനൊരു അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്. വേറെയുള്ളൊരു കേസിൽ പലതും ആയിരിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങേണ്ട ഒരാളാണ്, അപ്പോൾ അയാൾക്ക് അതിൽ എന്താണ് ചെയ്യേണ്ടത്, അയാൾ അതിൽ കൺസിസ്റ്റൻ്റ് ആവണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ റൂൾസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെറുതായിട്ട് തുടങ്ങിയാലും നമുക്ക് ആ ഒരു റിതം സെറ്റ് ആവുന്നുണ്ടല്ലോ, നമുക്കത് പിന്നെ ഫോളോ ചെയ്യാനും അതിങ്ങനെ കൂട്ടി കൊണ്ടുവരാനൊക്കെ തോന്നും. എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ഫൺ. നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യാൻ പോണത് ആ പ്രോസസ്സിനെ നമ്മൾ കുറച്ചുകൂടി ഫണ്ണാക്കുക, കുറച്ചുകൂടി എൻജോയബിൾ ആക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഒരു 1 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ ആ മ്യൂസിക്കിൽ ഞാൻ ഇങ്ങനെ വൈബ് ചെയ്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിനെ ഞാനിങ്ങനെ സിമ്പിളാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ കുറച്ചുകൂടി ഫണ്ണാക്കുന്ന രീതിയിൽ, ഇപ്പം എനിക്ക് റീഡ് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് റീഡ് ചെയ്യാൻ ഹാബിറ്റാണ് ഈ കൺസിസ്റ്റൻ്റ് ആവണ്ടേ എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആ വായിക്കാതിരിക്കുന്ന സ്ഥലം കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കുറച്ച് എസ്തെറ്റിക് വ്യൂവിൽ ഒന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വായിക്കാനൊക്കെ നമുക്ക് തോന്നൂലേ. അതുപോലെ എന്തെങ്കിലും ഫണ്ണ് ആ ഒരു പ്രോസസ്സിൽ കൊണ്ടുവരിക. അപ്പം ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതാണ്
ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ എക്സസൈസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോള് ചിലപ്പോൾ ചെയ്യാറുണ്ട്, അതുപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ഫണ്ണ് നമ്മൾ കൊണ്ടുവരിക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതിലൊരു ഫണ്ണില്ലെങ്കിൽ. അപ്പോൾ ഓരോ ദിവസം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെയും ചെയ്യാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. സോ നമുക്കൊരു ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹാബിറ്റ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, നമുക്ക് ഡയറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തു, ഞാൻ ഇന്ന് മുതൽ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബെയർ മിനിമം എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ബെയർ മിനിമം ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ എനിക്കത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ തീരുമാനിക്കുകയാണ്, ഇപ്പോൾ 2 നേരം ഞാൻ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. ഒരു നേരം ഞാൻ എൻ്റെ നോർമൽ മീൽ കഴിക്കും, അതിൽ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു ബെയർ മിനിമം റൂളിൽ ഞാൻ അതിൽ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. അതായത് ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യും എന്നുള്ളതിന് പകരം ഞാനൊരു ഹെൽത്തി ഈറ്ററാണ്. നമ്മുടെ ഹാബിറ്റിനെ മാച്ച് ചെയ്യണ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, അതായത് അതൊരു അഫർമേഷൻ ആയിട്ട് എഴുതുക. ഐ എം എ ഹെൽത്തി ഈറ്റർ എന്ന് തന്നെ മൈൻഡ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൺ എലമെൻറ്റ് ആഡ് ചെയ്യണം. എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡയറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് നമ്മളൊരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കി, അപ്പോൾ അത് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുക. അതൊക്കെ കൂടുതൽ നമ്മൾ ആ ഹാബിറ്റിനെയും പിന്നെയും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ നെഗോഷ്യബിൾ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 7 days എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റും. ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ്. സോ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു ഡിസിപ്ലിൻ മാത്രം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തൊരു കാര്യം ആയിക്കോട്ടെ അതിനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണം, എന്നാലേ നമ്മളത് കൺസിസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.